ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. അപ്പോൾ നാളത്തെ +2 ഇംഗ്ലീഷ് എക്സാമിന് വേണ്ട ചെറിയൊരു സമ്മറിക്കായിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയി ഷുവറായിട്ട് നമ്മളോട് എക്സ്ട്രാ പുറത്തുനിന്ന് ചോദിക്കാൻ പറ്റാവുന്ന ഡിസ്കോഴ്സുകളാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 10 എണ്ണമാണ് നമ്മളോട് എഴുതിയിരിക്കുന്നത്. ഒരു 10 മെയിനായിട്ട് നമുക്ക് ഡെഫിനറ്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റാവുന്ന 10 എണ്ണം. ഓക്കെ, ഇത് നമ്മൾ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ആയിട്ടാണ് ചോദിക്കുക കേട്ടോ. നമുക്ക് സ്പീച്ച്, റിവ്യൂ, അനൗൺസ്മെൻറ്റ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, ദെൻ ഇമെയിൽ, ജോബ് ആപ്ലിക്കേഷൻ ഓർ റിസ്യൂം, അത് വലിയ ചാൻസ് ഇല്ല. ദെൻ ബ്ലർബ്, ബ്ലോഗ്, പ്രൊഫൈൽ ആൻഡ് റിപ്പോർട്ടഡ് പ്രോഗ്രാം. ഇതിൽ സ്പീച്ച് നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. നമുക്ക് വുമൺസിനെ കുറിച്ചിട്ടുള്ള സ്പീച്ചും ചോദിക്കാം, അതുപോലെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടുള്ളത് ചോദിക്കാം, ദെൻ നേച്ചുറൽ റിസോഴ്സസുകൾ, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ചോദിക്കാം. ഹ്യൂമൻ വാല്യൂസ്, ഫസ്റ്റ് 4 യൂണിറ്റിൽ നിന്ന് നമുക്ക് വരുന്ന 4 കണ്ടൻസ് ആയി ചോദിക്കാം. റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയത്തിൻ്റെ റിവ്യൂ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റപ്പ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അനൗൺസ്മെൻറ്റ് നമുക്ക് മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങളുടെ സ്കൂളിൽ ആ 1 ആക്ട് പ്ലേ, ഹൊറിഗല്ലോസോ ഡോക്ടർ നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ 1 ആക്ട് പ്ലേ ഉണ്ടല്ലോ 2nd ചാപ്റ്ററിൽ അവർ ഓഫ് ട്രൂത്ത്, അത് നടത്തുന്നു, അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആവാം. ഇനി അതും അല്ലെങ്കിൽ എമിഗോ ബ്രദേഴ്സ് അവരുടെ ആ മാച്ചിന് മുന്നേ ഉള്ള അനൗൺസ്മെൻ്റ് ആവാം, അതെല്ലാം ചോദിക്കാം. ഇൻ്റർവ്യൂ നമുക്ക് മേ ബി ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടും നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ ഇമെയിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പീച്ചോ അല്ലെങ്കിൽ ഒരു പോയമോ അല്ലെങ്കിൽ 1 ആക്ട് പ്ലേയോ എന്തെങ്കിലും നമുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനൊരു ഇമെയിൽ അയക്കാം, നിങ്ങൾ അത് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയെങ്കിൽ. ദെൻ ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമെയാണ്. ദെൻ നമുക്ക് ബ്ലർബ്, ബ്ലോഗ്, പ്രൊഫൈൽ നമുക്ക് ഏതെങ്കിലും വെൽ നോൺ പേഴ്സൺ, പോയിറ്റ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആവാം, റൈറ്ററോ അല്ലെങ്കിൽ സ്ക്രിപ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൺ ദാറ്റ് ഈസ് ഫേമസ് ഇൻ എനി ഫീൽഡ്. ഓക്കെ, ദെൻ റിപ്പോർട്ട് പ്രോഗ്രാം. ഇതിൽ മിസ്സ് എല്ലാത്തിൻ്റെയും ഒരു വേഗം ഓടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് എഴുതാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നമ്മളൊരു 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് പറഞ്ഞിരുന്നു. ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ദെൻ മാത്സ്. ഓക്കെ, മാത്സും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ 5 വിഷയങ്ങളിൽ 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് പറഞ്ഞിരുന്നു. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് നോക്കിയാലോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ്, അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് 1 എസ്സേ, ആർട്ടിക്കിൾ, പാരഗ്രാഫോ, റൈറ്റപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വരുന്നതാണ്. അത് നമുക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദ അവർ, ഇറ്റ് ഈസ് മസ്റ്റ് ഇൻ മോഡേൺ വേൾഡ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ടോപ്പിക്കുകളാണ്. യുവർ സ്കൂൾ പ്ലാൻ ടു പബ്ലിഷ് മാഗസിൻ ആൻഡ് യു കോൺട്രിബ്യൂട്ട് എൻ ആർട്ടിക്കിൾ ഓൺ വുമൺ എംപവർമെൻറ്റ്. കണ്ടില്ലേ, ആ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചൊരു ആർട്ടിക്കിളോ റൈറ്റപ്പോ റിവ്യോ പാരഗ്രാഫോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? വുമൺ എംപവർമെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡ്ലൈൻ കൊടുക്കാം, എംപവർമെൻറ്റ് ഈസ് ദ നീഡ് ഓഫ് അവർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിസ്ത്യൻ ലെഗാർഡിൻ്റെ 3 L's ഓഫ് എംപവർമെൻറ്റിനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതാട്ടെ. അപ്പോൾ റൈറ്റപ്പ് ആവാം, ആർട്ടിക്കിൾസ് ആവാം, അല്ലെങ്കിൽ എന്തും. ഇപ്പം സ്പീച്ച് വഴിയാണെങ്കിലും നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻസ് മാറ്റിയാൽ മതിയാവും. അപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എൻ എസ്സേ ഓൺ ചലഞ്ചസ് ഫേസ്ഡ് ബൈ എ വുമൺ ഇൻ മോഡേൺ വേൾഡ്. അതും നിങ്ങൾക്ക് അതേപോലെ എഴുതാവുന്നതാണ്. ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ വുമൺ മസ്റ്റ് ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് 1 ആണ് സ്പീച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ കോമൺലി മെയിനായിട്ട് തുടക്കത്തിൽ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ടാവും. അത് ഓരോന്നിൻ്റെയും മോഡലുകളും ഫോർമാറ്റുകളാണ് കേട്ടോ. ജസ്റ്റ് ഓടിച്ചിട്ട് പറയുന്നത് ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഡിയർ പാരൻസോ എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് ചിലപ്പോൾ മദറിനെ കുറിച്ചിട്ടാവാം, അതല്ല എങ്കിൽ വുമൺസിൻ്റെ എംപവർമെൻറ്റ് തന്നെ ടോപ്പിക്കായി എടുക്കാം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന എക്സ്പ്രഷൻസ്: ഐ ആം വെരി ഹാപ്പി ടു ഹിയർ ബി ഓൺ ദിസ് ഒക്കേഷൻ, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്. അവിടെ ടോപ്പിക് എഴുതാം. ദെൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് നീഡ് ഓഫ് ദ
എന്നൊക്കെയുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യാം. ദെൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്, താങ്ക് യു പറയാം. അപ്പോൾ ഇവിടെ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. യു ആർ ഇൻവൈറ്റഡ് ടു ഡെലിവർ സ്പീച്ച് ഓൺ ദ ഒക്കേഷൻ ഓഫ് സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ സെലിബ്രേഷൻ, നമ്മൾ സ്കൂൾ അസംബ്ലിയിൽ. അപ്പോൾ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി വുമൺ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതാൻ പറ്റുന്നത്? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ മോഡേൺ സൊസൈറ്റി. ദെൻ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. അതായത് വുമൻസ് ഒരുപാട് ചലഞ്ചസ് മോഡേൺ വേൾഡിൽ നോക്കുന്നുണ്ട്. അവർക്ക് എക്കണോമിക് ഗ്രോത്ത് ഒന്നും വേൾഡിൽ കുറവാണ്. ദേ ആർ റെഡി ടു കോൺട്രിബ്യൂട്ട് ബട്ട് ദേ ആർ നോട്ട് ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ദെൻ വുമൻസിന് ഒരുപാട് എഡ്യൂക്കേഷൻ കൊടുക്കണം. ദേ ആർ ടു വർക്ക് ഈക്വൽ വർക്ക്സ് കൊടുക്കണം. ദെൻ അവരെ കുറിച്ചിട്ട് അവരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ് വുമൻസിനെ എംപവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ സൊസൈറ്റി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് ഈസ് സീരിയസ്ലി തിങ്കിങ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാൻ. അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് എന്നുകൊണ്ട് പറയാം, താങ്ക് യു കൊടുക്കുക. ഇത്രയാണ് സ്പീച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ദെൻ അടുത്തതാണ് പോയം റിവ്യൂ കമ്പാരിസണൊക്കെ വന്നാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോയമത്തിനെ കുറിച്ചിട്ടാണോ എഴുതാൻ വന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പോയത്തിൻ്റെ മെയിൻ സമ്മറിയുടെ പുറത്ത് എഴുതി ചേർക്കാൻ പറ്റിയ വേർഡ്സുകളാണ്. ദ പോയം ഈസ് റിട്ടൺ ബൈ ഹും, ആരാണ് എഴുതിയത്. ദ തീം ഓഫ് ദി പോയം, ഇപ്പോൾ തീം ഓഫ് ദി പോയം വുമൻ എംപവർമെൻ്റ് ആണ് വെച്ചെങ്കിൽ അത് എഴുതാം. ദെൻ ഹിയർ ദ പോയം യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ്. ദെൻ പോയം വെരി എഫക്റ്റീവ് ആണ്, ഡിഫറെൻറ്റ് ആംഗിൾസിൽ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്, മീനിങ് ഫുൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പോയത്തിൻ്റെ സമ്മറിക്ക് പുറമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ വേർഡ്സുകളാണ് കേട്ടോ. ദെൻ സോഷ്യൽ റെലവൻസ് ഉണ്ട്, ആദ്യം ഡിസ്കസ് ചെയ്യുന്നു, ദെൻ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ആംഗിൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പോയം തന്നിട്ടുണ്ടാവാം, ഇവിടെ വുമൺ വർക്കിനെ കുറിച്ചിട്ടൊരു പോയം തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറയുകയാണ് എനി വുമൺ ബൈ കാത്രിൻ ടിനൻ്റെ എനി വുമണിൻ്റെ പോയത്തിനായിട്ട് കമ്പയർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പോയത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം എഴുതുക. ഓക്കെ, ആ പോയത്തിനെ കുറിച്ച് ആദ്യം എഴുതി ദെൻ ഓരോ പാരഗ്രാഫ് തിരിച്ചിട്ട് അടുത്ത പോയത്തിനെ കുറിച്ചുണ്ട് എനി വുമണിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച ആ ഒരു സമ്മറി അതിൻ്റെ ഇടയിൽ കൊടുക്കുക. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 2 പോയം ഷെയർ ചെയ്യുന്നത്. ഇവർ രണ്ടും വുമൺ തന്നെയാണല്ലോ, മെയിൻ തിങ്സ് ആണ്, അത് കോമൺ ആയിട്ടുള്ള വുമൺ എംപവർമെൻറ്റും ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ സൊസൈറ്റി ഒക്കെ തന്നെയാണ്. അപ്പോൾ 3 പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനുള്ളത്. തന്നിരിക്കുന്ന പോയത്തിനെ കുറിച്ച് എഴുതാം, ദെൻ നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ പോയത്തിനെ കുറിച്ച് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു ബോക്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത് ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്, ഹിയർ എ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ്, വി ആർ ഗോയിങ് ടു സ്റ്റേജ് എ സ്പെഷ്യൽ ഈവൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിറ്റാണോ പ്ലേ ആണോ എന്ന് എഴുതാം. ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ്, ദ ക്യാരക്ടേഴ്സ് ഇവരൊക്കെയാണ്. സോ ഇറ്റ് വിൽ ക്യാപ്ചർ യുവർ ഹേർട്ട് ആൻഡ് മൈൻഡ്, വാച്ച് ആൻഡ് എൻജോയ്, താങ്ക് യു. ഇങ്ങനെ വേണം നിങ്ങൾ അനൗൺസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ എഴുതാനായിട്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് യുവർ ക്ലാസ് ഈസ് ഗോയിങ് ടു റെപ്രസെൻറ്റ് സ്കിറ്റ് ബേസ്ഡ് അവർ ഓഫ് ട്രൂത്ത് ആണ് നമ്മൾ സ്കിറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കിറ്റായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് എന്താണ്? ഗുഡ് ഈവനിങ്. ഇത് നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Good evening, dear ladies and gentlemen. Warm welcome to you all. Let's enjoy this evening watching a beautiful skit based on the play The Hour of Truth by Percival Wilton. നിങ്ങൾ ആരാണ് എഴുതിയത്? പോക്ടർ എഴുതിക്കോളൂ കേട്ടോ. യെസ്, എ സ്കിറ്റ് വിത്ത് എ ഗുഡ് മെസ്സേജ്. നിങ്ങളിവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടില്ലേ? യെസ് കഴിഞ്ഞിട്ട്. ഇതൊക്കെ നല്ല രീതിയിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട വേർഡ്സ് ആണ്. Then it deals with the corrupting influence of money on people. The script written by Kumari Remya and directed by നിങ്ങളുടെ ഏതെങ്കിലും കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഷുവർ ദ സ്കിറ്റ് വിൽ ക്യാപ്ചർ യുവർ ഹേർട്ട് ആൻഡ് മൈൻഡ്, വാച്ച് ആൻഡ് എൻജോയ്, താങ്ക് യു അങ്ങനെ കൊടുക്കുക കേട്ടോ. ദെൻ അങ്ങനെ തന്നെയാണ്. ദെൻ ഇൻ്റർവ്യൂ. നെക്സ്റ്റിലേക്ക് കിടക്കുമ്പോൾ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആവാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുന്നേ വാട്ട് ഈസ് ഇൻസ്പയർ ടു ബിക്കം എ ഡാഷ്, ആരാണോ അവരുടെ. Who is your role model? Can you share a special experience in your life? And do you have fulfilled your dreams in life? What is your message to our students എന്ന് കൊടുക്കാം. ദെൻ ഇർഫാൻ അലാം സ്കൂളിലേക്ക് വരുമ്പോൾ അയാളോട് ചോദിക്കാൻ പറ്റിയ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ്. സോഷ്യൽ എൻ്റർപ്രണർ ആവാൻ ഇൻസ്പയർ ചെയ്യുന്നത് എന്താണ്? ഹു ഇസ് യുവർ റോൾ മോഡൽ? സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്താണ്? എങ്ങനെയാണ് ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റിയോടുള്ള മെസ്സേജസ് എന്താണ്? അങ്ങനെയൊക്കെ കൊടുക്കാം. ദെൻ ഇമെയിൽ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോമൺ എക്സ്പ്രഷൻസ്. ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ. നമ്മൾ ലെറ്ററൊക്കെ എഴുതുമ്പോൾ ഫ്രണ്ട്സിന് ഇൻഫോർമൽ ലെറ്ററൊക്കെ എഴുതുമ്പോൾ എഴുതില്ലേ ഐ ആം സെൻഡിങ് ദിസ് ലെറ്റർ ടു എന്ന് പറഞ്ഞിട്ട് ആ ലെറ്ററിൻ്റെ സ്ഥാനത്തൊക്കെ ഇമെയിലിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ, ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു കൺഗ്രാറ്റുലേറ്റ് യു. ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻ കൊടുക്കാനാവാം, അല്ലെങ്കിൽ അവരെ ക്ഷണിക്കാനാവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. അവസാനം നമ്മൾ എഴുതുന്നത് യു ഹാവ് എ പോസിറ്റീവ് അറ്റിറ്റ്യൂഡ് ടു ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ നമ്മൾ പുതിയ വല്ല ആൾക്കാരാണെച്ചെങ്കിൽ ഏതെങ്കിലും പോയിട്ടൊക്കെ ആണെങ്കിൽ അവരെ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യണം. അവസാനം എന്ത് ചെയ്യാൻ അവരെ ഗുഡ് മെസ്സേജസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഓഫ് ട്രൂത്ത് വായിച്ച ശേഷം നിങ്ങൾ സപ്പോസ് യു സെൻഡ് എൻ ഇമെയിൽ ടു റോബർട്ട് വാൾവിൻ അപ്രീഷിയേറ്റിംഗ് ഹിം ദ ഹോണസ്റ്റി, അല്ലേ? റോബർട്ട് വാൾവിൻ മെയിൻ ക്യാരക്ടർ ആണല്ലോ, അല്ലേ? അപ്പോൾ ആ ഹോണസ്റ്റിക്കെതിരെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ സ്ട്രക്ചർ നോക്കുക. CC സെൻഡ് ആർക്കാണ് കൊടുക്കുന്നത്, ഒരു ഇമെയിൽ ID ചെയ്തിരിക്കണം, സബ്ജക്റ്റ് ചെയ്തിരിക്കണം. ഡിയർ സർ അല്ലെങ്കിൽ സർ, ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു അപ്രീഷിയേറ്റ് യു ആർ വെരി ഹോണസ്റ്റ് പേഴ്സൺ. പീപ്പിൾ വിൽ റിമെമ്പർ യു ഫോർ യുവർ റൈറ്റ് ആക്ഷൻസ്, യു മീ ഓൺ പാത്ത് ആൻഡ് റൈറ്റസ്നെസ് ആൻഡ് ട്രൂത്ത്. കൺഗ്രാറ്റുലേഷൻസ്, കീപ്പ് അപ്പ് യുവർ ഗുഡ് ക്വാളിറ്റീസ്, യു ആർ റോൾ മോഡൽ ഓഫ് അതേഴ്സ് എന്നൊക്കെ പറഞ്ഞ് സിൻസിയർലി കൊടുക്കുക. ഓക്കെ, അത് അതിൻ്റെ ഫോർമാറ്റാണ് മെയിനായിട്ട് ഇവിടെ നോക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് ലെറ്റർ സീക്കിങ്. നമ്മൾ വരില്ല എന്ന് വിചാരിക്കുന്നു. റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം. ഇപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതാൻ വരാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ള പ്രോഗ്രാം ബിഗിൻ വിത്ത് എല്ലാം പാസ്റ്റിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ എന്താ കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാനാണ് പറയുന്നത്, റിപ്പോർട്ടഡ്. അപ്പോൾ അത് എഴുതുമ്പോൾ കണ്ടക്റ്റഡ്, കാരണം എന്താ കഴിഞ്ഞു പോയതാണ്. സോ സെമിനാർ കണ്ടക്റ്റഡ്, ഡേറ്റ് എവിടെയാണ് കഴിഞ്ഞത്, നേച്ചറൽ ക്ലബ് ഓർ സ്കൂൾ. കണ്ടക്റ്റഡ് കണ്ടില്ലേ, കണ്ടക്റ്റഡ് എ സെമിനാർ ഓൺ ടോപ്പിക് ഡേറ്റ് ടൈം ഒക്കെ കൊടുക്കുക. ആ പ്രോഗ്രാം എപ്പോൾ തുടങ്ങിയത്, ബിഗാൻ വിത്ത് പ്രെയർ ബൈ ദി സ്കൂൾ ക്വയർ. ദെൻ പ്രിൻസിപ്പൾ ആണ് വെൽക്കംഡ്, കണ്ടില്ലേ വെൽക്കംഡ്, ഓഡിയൻസിന് എല്ലാം പാസ്റ്റിൽ വേണം എഴുതാനായിട്ട്. ദെൻ ദ PTA president is program and gave the presidential address. The seminar inaugurated by famous research. എല്ലാതും പാസ്റ്റ് ടെൻസ് ആണ്. The purpose were presented by, then followed by, then proposed by, then the program entered with the national anthem. കണ്ടില്ലേ, ഇതേപോലെ വന്നാലും എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡിബേറ്റ്. നമുക്ക് അങ്ങനെ വരില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ നോക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ. ഫ്രം എഴുതിയിരിക്കണം, ഡേറ്റ് ടു, ഡിയർ സർ. പിന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൽ ഇത് കണ്ടിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അത് അക്കൗണ്ടിങ് പോസ്റ്റിലേക്കാണെന്നൊക്കെ പറഞ്ഞ് എഴുതാം. യുവർ ട്രൂത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ സിഗ്നേച്ചർ. അതിൻ്റെ കൂടെ റെസ്യൂമേയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. റെസ്യൂമെ എന്ന് പറയുമ്പോൾ ജോബ് ആപ്ലിക്കേഷനിൽ നമ്മുടെ പേര്, ഡീറ്റെയിൽ അഡ്രസ്സ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ ഫോൺ നമ്പർ, ഇമെയിൽ, ദെൻ ലാംഗ്വേജസ്, ഇൻട്രസ്റ്റുകൾ എല്ലാം എഴുതിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും അവസാനം ഡിക്ലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്താണ്, ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ഗിവൺ എബവ് ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ബ്ലർബ്. ബ്ലർബ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കുക. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചൊരു 2-3 സെൻറ്റൻസ് മാത്രം. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആൻഡ് ദീം ഈസ് ദ മാസ്റ്റർ പീസ് ഓഫ് ദി ഓതർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എക്സാമ്പിൾ നോക്കിയാലാണ് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതാണ് ക്വസ്റ്റ്യൻ. ബ്ലർബാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യു ട്രാൻസ്ലേറ്റ് ദ സ്റ്റോറീസ് ഓഫ് ആശാ പൂർണ്ണ ടു ഇംഗ്ലീഷ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ്. മാച്ച് ബോക്സ് ആൻഡ് അതർ സ്റ്റോറീസ് ബൈ ആശാ, പ്രിപ്പയർ ബ്ലർബ്. അപ്പോൾ മാച്ച് ബോക്സ് ആൻഡ് അതർ സ്റ്റോറീസ് ബൈ ആശാ പൂർണ്ണ ടോപ്പിക് കൊടുക്കുക. അതിനെക്കുറിച്ച് ഇതൊരു കളക്ഷൻ ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഇത് ഒറിജിനലി ബംഗാളിയിലാണ് ഉള്ളത്. അത് ആരാണ് എഴുതിയിരുന്നതും ഇന്ത്യൻ റൈറ്റർ ഏതാണെന്നൊക്കെ എഴുതിയിട്ട് ഇറ്റ് മസ്റ്റ് റീഡ് അമംഗ് ഷോർട്ട് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻസ്പയറിംഗ് ആണ്, നല്ല രീതിയിൽ നമുക്ക് പ്രൊവോക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സിൽ ഒരു 5 to 6 സെൻറ്റൻസ് മാത്രം മതി കേട്ടോ. അത്രയും മതി ബ്ലർബിന്. ഓക്കെ, ദെൻ ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതോ കേട്ടതോ വായിച്ചതോ ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എഴുതുക. അതിൻ്റെ കോമൺ എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ റൈസ് എന്ന് പറഞ്ഞ പോയത്തിനെ കുറിച്ചിട്ടൊരു ബ്ലോഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുക, റൈസ് ബൈ ചെമ്മനം ചാക്കോ. ദെൻ ഡേറ്റ് കൊടുത്തിരിക്കണം. നമ്മൾ ഇവിടെ ബ്ലർബിൽ അത് കൊടുക്കരുത്, ഡേറ്റ് ഇല്ല, നമ്മൾ ജസ്റ്റ് പാസ്റ്റ് പോലെ ഇതാണ്. ബ്ലോഗിൽ ഡേറ്റ് കൊടുക്കുക. നമ്മുടെ നെയിം ആരാണോ സ്ലാഷ് ഇട്ടിട്ട് കണ്ട ലാലു എന്ന് കൊടുത്തിരിക്കുന്ന നെയിം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദ റീഡ് ദ പോയം റൈസ് ബൈ പ്രൊഫസർ ചെമ്മനം ചാക്കോ. അത് ഇംപ്രസ് ചെയ്തു. നിങ്ങളൊരു പോയം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് ഇംപ്രസ് ചെയ്തു, അതിൽ ഇതാണ് ടോപ്പിക്ക്, എനിക്ക് എക്സ്പീരിയൻസ് ആയി, അത് ഗുഡ് തീമാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾ മസ്റ്റായിട്ട് വായിക്കണം, മസ്റ്റായിട്ട് എഴുതണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6 സെൻറ്റൻസ് ഒക്കെ
ധാരാളം. അത്രയാണ് നമ്മൾ ബ്ലോഗിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ ഹെഡിങ് കൊടുത്ത് ഇതുപോലെ ഡേറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അത്രയാണ്. ദെൻ പ്രൊഫൈൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രൊഫൈൽ നിങ്ങൾ ഡേറ്റ്, വാസ് ബോൺ ഓൺ, എന്തൊക്കെ ശ്രദ്ധിക്കണം. ദ പോയിറ്റ് വാസ് ബോൺ അറ്റ് പ്ലേസ് ആയിരിക്കണം. ഇൻ പ്ലേസിൽ വേറെ സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡേറ്റ് ആയിരിക്കണം. ഇൻ ഇയർ ആണ് ഇന്ന്. ദെൻ ഹി വാസ് എ ഗ്രേറ്റ്, ആരായിരുന്നു എന്ന് എഴുതാം. ഹി വാസ് എ ഗ്രേറ്റ് പ്ലെയറോ റൈറ്ററോ ലീഡറോ ആവാം. ആൻഡ് വേൾഡ് ഹോണേർഡ് ഹിം, അതായത് എല്ലാവരും എന്താണ്, വേൾഡ് എല്ലാവരും അവരെങ്ങനെ കാണുന്നു. ദെൻ അവരുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ്, എവിടെയാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്, എത്ര ബുക്സുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയാൾ നമുക്ക് പുകഴ്ത്തുന്ന സെൻറ്റൻസുകൾ യൂസ് ചെയ്യാം. ഹി റോട്ട് മെനി ബുക്സ്, ഹി ഗോട്ട് മെനി അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാം. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ സുധാമൂർത്തിയുടെ ഒരു പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളോട് പ്രൊഫൈൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബർത്ത്, പാരൻസിനെ കുറിച്ചിട്ട്, സ്പൗസ്, ചിൽഡ്രൻസ്, എഡ്യൂക്കേഷൻ, ഫെയിം, ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, അവാർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നു നോക്കാം. ഹെഡിങ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. ഹെഡിങ് ആരാണോ നമ്മളെ പ്രൊഫൈൽ തന്നിരിക്കുന്നത് അവരുടെ ഹെഡിങ് കൊടുക്കുക. അത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി ഈസ് എ prolific writer in English and Kannada, was born at Shigaon in North Karnataka in 19 August 1950. Then he is lucky to have loving parents. നമ്മൾ പാരൻസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം. ദെൻ സ്പോസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷി വാസ് മാരീഡ് ടു എഴുതാം. ദെൻ ഷി വാസ് ബ്ലെസ്ഡ് വിത്ത് ചിൽഡ്രൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസ്, ബ്ലെസ്ഡ് വിത്ത് ചിൽഡ്രൻസ് എന്ന് കൊടുക്കാം. ദെൻ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ അറ്റ്, എവിടെയാണ് അത് എഴുതാം. ദെൻ ഷീ ഈസ് പോപ്പുലർ ആസ് എ റൈറ്റർ, ടീച്ചർ, അത് ആരൊക്കെയാണ് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. ഷീ റോട്ട് മെനി ബുക്സ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ മെയിൻ ബുക്സുകൾ എഴുതി വെക്കാം. ഷീ ഓതേർഡ് എന്താണ്, ഏതിനാണ് മെയിനായിട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ ബുക്കുകളും ഡേറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതേപോലെ എഴുതാം. ഓതേർഡ് അല്ലെങ്കിൽ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇന്ന ഡേറ്റിലാണ്. അവസാനം ഷീ ഗോട്ട് മെനി അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവാർഡ്സുകൾ എഴുതാം. ഓരോ അവാർഡുകളും കിട്ടിയ വർഷമൊക്കെ പ്രത്യേകം തന്നിട്ടുണ്ടെങ്കിൽ എഴുതാം. ഏറ്റവും അവസാനം ഷി വാസ് എ ലേഡി വിത്ത് വിഷൻ പേഷൻ. ഇതിപ്പോൾ നമ്മൾക്ക് ഇതിന് താഴെ അവർ എന്താ പറയുക, മരിച്ച് പാസ് ഡേവയാണ് അല്ലെങ്കിൽ ഡെത്ത് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഷി വാസ് പാസ് ഡേവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഡേറ്റും കൂടി എഴുതി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. നിങ്ങളിത് ഡിസ്കോഴ്സസ് ആണ്, പ്രൊഫൈല്, അതുപോലെ തന്നെ ബ്ലർബ്, ബ്ലോഗ് എല്ലാം തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒരു മോഡലാണ് മിസ് ഇതിൽ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, നല്ല വൊക്കാബുലറി ആവാൻ ശ്രമിക്കുക. ദെൻ ഫോർമാറ്റുകൾ ശ്രദ്ധിച്ച് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു.